ഇത് എല്ലാം എപ്പോഴും ഉണ്ട് ഇവിടെ. ഇപ്പം ഞങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തൊക്കെ ആന നിൽക്കുന്നതാണ് സാധാരണ. എല്ലാപ്പോഴും ഉണ്ട്. എപ്പോഴും ഇതവിടെ ഉണ്ട്. ഇവിടെ എപ്പോഴും ആനയുള്ളതാണ്. പിന്നെ കണ്ണങ്കോട് സ്ഥിരമായിട്ടുള്ളതാണ്. ദിവസങ്ങൾക്ക് മുൻപാണ് മുണ്ടൂർ ഞാറക്കോട് പ്രദേശത്ത് ഒരു കാട്ടാന വയോധികനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഇവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമുണ്ടായി. അവർ ചൂണ്ടിക്കാട്ടിയ നിരവധി വിഷയങ്ങളിൽ ഒന്നായിരുന്നു ഈ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള കുറ്റിക്കാടുകളുണ്ട്. അപ്പോൾ ഈ കുറ്റിക്കാടുകൾ വെട്ടി മാറ്റിയാൽ മാത്രമേ ആനകൾ ഇവിടെ വരുന്നത് മുൻകൂട്ടി കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. ഈ കുറ്റിക്കാടുകൾക്ക് ഇടയിൽ ആനകൾ വന്നു നിന്നാൽ അത് തങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് വരില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു. അതുകൊണ്ട് അത് വലിയൊരു അപകടം ഇവിടെ സൃഷ്ടിക്കുകയും ചെയ്യും. ഇത് പൊതുവഴിയാണ്, നിരവധി വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ്, നിരവധി ആളുകൾ നടന്നു പോകുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിൽ കുറ്റിക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്നത് വലിയ ഭീഷണിയാണ്. ആനകൾ ഇതിന് പിറകിൽ വന്നു നിന്നാൽ അത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടില്ല. അപ്പോൾ കലക്ടർ അത് അംഗീകരിക്കുകയും ഉടൻ തന്നെ അതിന് വേണ്ട നടപടികൾ ആരംഭിക്കുകയെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. ഇവിടെയുള്ള ആളുകളെ കൊണ്ട് തന്നെ ഈ കുറ്റിക്കാടുകളൊക്കെ തന്നെ ഇവർ വെട്ടി മാറ്റിക്കുകയാണ്. പൂർണ്ണമായും ഇവിടെ ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നേരെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഈ ജോലി പൂർത്തിയായി കഴിഞ്ഞു. ഇവിടേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അരിമണിക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ഇവിടെയാണ് നിലവിൽ ഈ പ്രവർത്തനം നടക്കുന്നത്. ചേച്ചി ഈ ഭാഗത്തുള്ളതാണല്ലോ. ഈ കുറ്റിക്കാടുണ്ട് വലിയൊരു പ്രശ്നമാണല്ലോ. അത് തന്നെയാണ്. ഇവിടെ എന്നും ആന ഈ ഭാഗങ്ങളിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അത് കാട് അടിയിൽ നിന്ന് വെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു ഉപകാരമാണ്. അതായത് പെട്ടെന്ന് കുട്ടികളൊക്കെ വരുമ്പോൾ, സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കാണാനും എല്ലാറ്റിനും അതൊരു വെട്ടിക്കഴിഞ്ഞാൽ അതൊരു നമുക്ക് നോക്കിയാൽ കാണാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ എത്ര ദിവസമായി നിങ്ങൾ ഇത് വെട്ടി തുടങ്ങി? ഇന്നിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ ഉള്ള ആളുകളെ കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാഗമായിട്ട്? ഞങ്ങൾ ഈ ഭാഗത്തുള്ളവർ തന്നെയാണ്. അതായത് ഈ കയ്യറ ഈ ഭാഗങ്ങളിലുള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെയുള്ള ഭൂപ്രകൃതി കറക്റ്റായിട്ട് അറിയാലോ. എങ്ങനെയാ അപ്പോൾ ഈ സ്ഥിരമായി ആന വരുന്ന ഒരു പ്രദേശമാണോ ഇതൊക്കെ? അതെ. എപ്പോഴും എല്ലാ കൊല്ലവും ഇപ്പോൾ PT7 പിടിച്ചതിന് ശേഷം കുറച്ചൊരു ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് കുറവുണ്ട്. പക്ഷെ ഇപ്പോൾ അത് ആദ്യം തുടങ്ങി അലൻ തുടങ്ങി ഇപ്പോൾ അത് ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കത് എന്തായാലും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. തീർച്ചയായും ചേച്ചി, അതായത് ഇതിന് പിറകിൽ ഒക്കെ ആന വന്ന് നിന്നാൽ തീരെ കാണാൻ പറ്റാത്തൊരു സ്ഥിതിയാണല്ലേ? ഇതിൻ്റെ പിറകിൽ ആന വന്ന് നിന്നാലും കാണാത്തില്ല. എപ്പോഴും കന്നും മാടും ആൾക്കാരും ജനങ്ങളും കുട്ടികളും വരുമ്പോഴും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. രാത്രിയാണെങ്കിലും വെളിയിൽ സമയം വൈകിട്ട് വരുമ്പോഴും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എപ്പോഴാണ് വീട്ടിൽ ആൾക്കാർ പുറത്തു പോയാൽ വരുന്നത് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഈ വനങ്ങൾ വെട്ടി ഒഴിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു നിർബന്ധമാണ്. ഈ എവിടം വരെയാണ് ഈ ഭാഗം മുഴുവനും ഇങ്ങനെ കുറ്റിക്കാടുകളുണ്ടോ? എല്ലാം ഇവിടെയുണ്ട്. കണ്ണങ്കോട്, കയ്യേറ, ഞാറക്കോട്, കൂർമ അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ മൊത്തം കുറ്റിക്കാടാണ്. അത് വെട്ടി തീർത്തന്നെ ഞങ്ങൾക്ക് വേണം. ഏറ്റവും ഒടുവിൽ ഈ ഭാഗത്തേക്കൊക്കെ എപ്പോഴും ആന വന്ന ഈ അടുത്ത് വന്നിരുന്നോ? ഇത് എല്ലാം എപ്പോഴും ഉണ്ട് ഇവിടെ. ഇപ്പം ഞങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തൊക്കെ ആന നിൽക്കുന്നതാണ് സാധാരണ. എല്ലാപ്പോഴും ഉണ്ട്. എപ്പോഴും ഇതവിടെ ഉണ്ട്. ഇവിടെ എപ്പോഴും ആനയുള്ളതാണ്. പിന്നെ കണ്ണങ്കോട് സ്ഥിരമായിട്ടുള്ളതാണ്. ഞാറക്കോട് കോർന്നപ്പോൾ ഒരാളിനെ തട്ടിയവിടെ സ്ഥിരമായിട്ടുണ്ട്. അതൊക്കെ കുറ്റിക്കാട് വെട്ടാതെയാണ്. അതായത് ഈ പിറകിൽ ഇവിടെ ഈ ചേച്ചിമാർ ജോലി ചെയ്യുന്നതിന് തൊട്ടു പിറകിലായി എപ്പോഴും ആനകൾ വരുന്ന ഒരു പ്രദേശമാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. സ്ഥിരമായി ആനകൾ വരുന്നതാണ്. അതൊരു ഭീഷണിയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് റോഡാണ്. ഇവിടെ റബ്ബർ തോട്ടങ്ങളുണ്ട്, വീടുകളുണ്ട്. അപ്പോൾ ഇതിന് പിറകുവശത്തായാണ് ആനകൾ വരുന്നത്. ഇത് ദിവസങ്ങൾ മുൻപ് മാത്രമല്ല ആളുകൾ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നത്. അതായത് ഞാറക്കോട് കുമാരൻ എന്ന് പറയുന്ന വ്യക്തിയെ ആന കൊലപ്പെടുത്തിയതിനു ശേഷമല്ല ആളുകൾ ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. കാലങ്ങളായി ഇവരുടെ ആവശ്യമാണ്. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ അതിൽ അധികൃതർ കാര്യമായ പരിഗണന നൽകിയില്ല. അവരുടെ ആവശ്യങ്ങൾക്ക് അധികൃതർ കാര്യമായ പരിഗണന നൽകിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വേണമെന്നുള്ളൊരു ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അതിനും അടിയന്തരമായൊരു പരിഹാരം കണ്ടെത്താമെന്ന് കലക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നന്ദഗോപാൽ, മീഡിയ 1.